ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ് ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ഒരു മീൻസ് ആൾക്കാരെ ആരെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് മണിയേട്ടൻ ഉണ്ട്, സുകുമാരിയമ്മ നമ്മുടെ കൂടെയില്ല, മയൂരി അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെയില്ല. അപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, കമ്മ്യൂണിക്കേറ്റും ചെയ്യാലോ. സിബിസാറിനാണ്. ഇതിന് ഷൂട്ടിങ്ങിനിടയിൽ ഈ മണിച്ചേട്ടനും ജയറാമേട്ടനും ഓൾവേസ് ഫണ്ണാണ്, നമുക്കറിയാം. അതിൽ ഈ മനുഷ്യേച്ചൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിങ്ങിനിടയിൽ ഈ ചിരി നിർത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ തമാശകളൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും സീരിയസ് ആവും. ബാക്ക് ടു വർക്കാണ്. ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള. അന്നൊന്നും ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല. നമ്മളെല്ലാവരും മൊബൈലില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ. ഞാനും ക്യാമറമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക. ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിന് തമാശകൾ പറഞ്ഞു. പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവരത് ഭയങ്കര വഴക്കിടുന്നതായിട്ട് അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നതിനേപ്പത്തേക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച്, ഓർമ്മയുണ്ടല്ലോ, ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ പാട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാൻ, റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചൊരു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസിനകത്ത്, അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെ നമ്മളെ ആ ഒരു നമ്മുടെ ഉള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻസ്ഡായിട്ടല്ല ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ. എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമർ സതീഷിനൊക്കെ അവരുടെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മളുടെ ക്യാമറമാനാണ് സഞ്ജീവ് ശങ്കർ. ഇന്നും ഈ റീമാസ്റ്റേർഡ് കോപ്പി കാണുമ്പോൾ അന്നത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും. ഇത് പാക്കപ്പ് ആയതിനു ശേഷം എത്ര ദിവസം മഞ്ജു ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബിസാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പം അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാത്ത അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബിസാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബിസാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി. അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ അതിനെന്താ സേഫ്
സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു. അതൊന്നും അന്ന് ചിന്തിച്ചില്ല. അമിതാവേശം. സിബി സാർ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് സാർ. താങ്ക് യു. 27 വർഷം കഴിഞ്ഞപ്പോൾ റീ റിലീസിൽ വരുവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അത്രയും ഫൺമോടി പോയൊരു മൂവിയായിരുന്നു സമന്വയം. അവസാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നിരഞ്ജൻ. അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത്, അല്ലെ അതിൻ്റെ ഒരു തന്തു എന്തായിരുന്നു? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് എൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്തു രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. കാരണം സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരിവെല്ലിൻ പാട്ടൊക്കെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് രഞ്ജിത്ത് ഒരു സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം, ഈ 2 പേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ മണി കടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് മണിയുടെ കഴുത്ത് ഇതിൻ്റെ ഇടയിൽ പെട്ടു എഴുതിയൊക്കെ. അത് മണി മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത്, റിഹേഴ്സൽ മണി അത് ചെയ്തില്ല. അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് QR സിബി സാറ്, സിബി സാറ്, ഇപ്പോൾ ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസാണ്. ആരാണ് ആ കുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ എയുടെ സഹായമുണ്ട്, ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിൻ്റെ ഒരു അവസാനം അതൊന്ന് മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പം ഗിരീഷ്, അതുപോലെ അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ പോലും അഗസ്റ്റിൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും സിബി സാറിനോടും മഞ്ജു ചേച്ചിനോടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ 5 കസിൻസിലെ 3 കസിൻസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ 3 പേരും എങ്ങനെയാണ് ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു മോസ്റ്റ് സെലിബ്രേറ്റഡ് വെക്കേഷൻ മൂവി ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം, ഈ സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അന്ന് തീരെ ചേർത്തായിരുന്നു, ഓർക്കുന്നില്ല എന്താന്ന്. സിബി സാറിന് പറയാൻ സാധിക്കായിരിക്കും അവരെങ്ങനെയാണ് ഭാഗമായത്. മൂവി ടൈം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആ ഒരു ചെറിയ വയസ്സിലായതുകൊണ്ട് ആ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങൾക്ക് ടൈം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും ഫുൾ ജോളി മോഡ് പെട്ടെന്നായിരുന്നു. എല്ലാം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു. ഫൺ ഫിൽഡാണ്. അവിടെ ചിരിയും കളിയും തമാശകളും മാത്രമാണ്. പിന്നെ എല്ലാം നല്ല മെമ്മറീസ് ആയിരുന്നു അവിടെ ഉള്ളത്. പിന്നെ മണിച്ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. മണിച്ചേട്ടനും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഓർമ്മയായിരുന്നു. അങ്ങനെ ഓൾറൈറ്റ്. മൂവിയാണ്. ഇനിയും അതേപോലെ ഒരു മൂവി വന്നാൽ അതേ ക്യാരക്ടറിൽ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. Thank you so much. Sir, anything else to add? എങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെയോ? ഇല്ല അല്ല, കസിൻസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. Okay. So I think with that we can wind up നമ്മുടെ press meet session. Thank you so much. നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ക്രിയേറ്റേഴ്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. മഞ്ജു ചേച്ചി, സിബി സർ, സിയാദ് സർ ആൻഡ് അൻസു, കൃഷ്ണ ആൻഡ് നവ്യ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിങ്ങൾ എല്ലാവരും ചേർന്നൊന്ന് പോസ് ചെയ്യാം. ആൻഡ് നമ്മളോട് ഇത്രയും നേരം സഹകരിച്ച് നമ്മുടെ മീഡിയ ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ
നന്ദി.